മണിയമ്പിള്ള സാറിൻ്റെ പ്രൊഡക്ഷനെ കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ സംഭവം അദ്ദേഹം കൂടെ നിന്ന് അദ്ദേഹം പറയുന്ന ഫിലോസഫി ഇത്രയാണ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് ആനന്ദിച്ച് കഴിക്കുക. കളരി പഠിപ്പിക്കുന്ന ഒരു അമ്മച്ചിയായിട്ടാണ്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അനിൽ കുഞ്ഞപ്പൻ സംവിധായകൻ, ഇതൊക്കെ എനിക്കറിയത്തില്ല, സിനിമയുടെ പിന്നാലെ നടന്നിട്ട് ഇയാൾക്ക് ഇതുവരെ സിനിമ ഉണ്ടാക്കിയില്ല, ആക്ഷൻ ക്യാരക്ടറൊക്കെ വേണ്ടത്. അപ്പോൾ സുബിനി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ചെയ്തുകൂടെ, ഞാൻ ചെയ്യൂല. അപ്പോൾ അത് കേട്ടിട്ട് ആരെങ്കിലും ചാൻസ് തരാനുണ്ടെങ്കിൽ തരാതിരിക്കട്ടെ കേട്ടോ, ഒരു സ്ത്രീ. അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ ഇല്ല. സാധാരണ നമ്മൾ പ്രൊഡക്ഷൻ ബോയ് രാവിലെ വരുമ്പോൾ ചേട്ടാ കാപ്പി ചായ എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും വരും. ആരും വരുന്നൊന്നുമില്ല. ഞാൻ ചോദിച്ചാൽ എന്തോടെ. പിന്നെ ഈ പറഞ്ഞ പോലെ പല ക്ലാസ്സുകൾ ഇല്ല, ആകെപ്പാട് 5 ക്ലാസ്സേ ഉള്ളൂ. ഈ ഗ്ലാസ്സിൽ നമുക്ക് ചായ കൊണ്ട് തരുന്ന ഒരു ചേച്ചി. ഞാൻ ആരോട് ചോദിച്ചു ഇതാരാണ്? പുള്ളിക്കാരത്തി ഒരു ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്ന ഒരു കെമിസ്ട്രി പ്രൊഫസറായിട്ടും കൂടെ പുള്ളിക്കാരത്തി അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ അച്ഛനും അമ്മ മക്കളെല്ലാവരും കൂടെ അവരുടെ ഒരു സ്നേഹവും. മലബാർ ടെയിൽസ് എന്ന് പറയുന്ന 5 കഥകളുടെ ഒരു ആന്തോളജി സിനിമയിൽ ബംഗ്ലാവ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിൽ പ്രസാദ് എന്ന് പറയുന്നൊരു കഥാപാത്രം, പേരിൽ കഥാപാത്രത്തിൻ്റെ പേര് ഇപ്പം ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, പക്ഷേ പ്രസാദ് നിങ്ങൾ വെറുതെ മനസ്സിൽ വെച്ചോളൂ, അതാണ് കഥാപാത്രത്തിൻ്റെ പേരെന്ന് വിചാരിച്ചിട്ട് സിനിമ കണ്ടാൽ മതി, അപ്പോൾ കിട്ടും. അപ്പോൾ അതാണ് കഥാപാത്രം. മലബാർ ടെയിൽസ് അനിൽ കുഞ്ഞപ്പൻ സാർ ഡയറക്ടറുടെ ഓവർടേക്ക് എന്ന് പറഞ്ഞ മൂവിയിൽ ഞാൻ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്നെ ഇതിലോട്ട് സാറ് ഫോൺ ചെയ്ത് ചെയ്യാറുണ്ട്. രുതിര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു. ഒരു സാധാരണ പോലെയുള്ള ഒരു കളരി പഠിപ്പിക്കുന്ന ഒരു അമ്മച്ചിയായിട്ടായിരുന്നു, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത്ര അധികം കാണിക്കാനൊന്നും ഇല്ലെങ്കിൽ ഒരു നല്ല ക്യാരക്ടറായിരുന്നു അതിനകത്തുണ്ടായിരുന്നു. മലബാർ ടെയിൽസിലേക്കുള്ള എൻട്രി ഭയങ്കര തമാശയുള്ള എൻട്രിയാണ്. മലബാർ ടെയിൽസ് മൊത്തത്തിൽ യാദൃശ്ചികതയുടെ ഒരു കുമാരമാണ്. ഈ കുറേ നല്ല മനുഷ്യന്മാർ എത്തിച്ചേരാൻ വേണ്ടി അങ്ങനെയാണല്ലോ, ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരും. അപ്പോൾ എല്ലാവരും കടലിൽ എത്തിച്ചേരും എന്ന് പറഞ്ഞതുപോലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഒഴുകുന്ന ആൾക്കാർ പല സ്ഥലത്തൂടെ ഇങ്ങനെ ഒഴുകി അവസാനം ഈ പറയുന്ന മലബാർ ടെയിൽസ് എന്ന് പറഞ്ഞ വലിയ കടലിൽ വന്ന് പെട്ട പോലെയാണ് നമ്മുടെ അവസ്ഥ. അനിൽ കുഞ്ഞപ്പൻ സംവിധായകൻ, ഇതൊക്കെ എനിക്കറിയത്തില്ല. ഞാൻ കേട്ടത് ബോംബെ എന്ന് വന്നിട്ടുള്ള ഒരു സിനിമ ഒരുപാട് കാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ 10-30 വർഷമായി സിനിമയുടെ പിന്നാലെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സിനിമയുടെ പിന്നാലെ നടന്നിട്ട് ഇയാൾക്ക് ഇതുവരെ സിനിമ ഉണ്ടാക്കാൻ പറ്റിയില്ലേ. ബേസിക്കലി അല്ല, മലയാളിയാണല്ലോ നമ്മൾ, അപ്പോൾ അങ്ങനെ ചിന്തിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ സുഹൃത്ത് ഇതിനകത്തെ പാട്ടെഴുതിയ കവി, എഴുത്തുകാരി, യാത്രകാരിയൊക്കെ ആയ സുബിനി നായർ, സുബിനി എന്നോട് പറഞ്ഞു, ദേവ യു ഷുഡ് മീറ്റ് ദിസ് ഗൈ, യു ഹാവ് ടു ഹെൽപ്പ് ഹിം. എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഹി നീഡ് കാസ്റ്റിംഗ് അസിസ്റ്റൻസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവ് എന്ന് പറയുന്ന സിനിമയാണ് അന്നേരം നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തേക്ക് കാസ്റ്റിംഗ് ഞാൻ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, കാസ്റ്റിംഗ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ആദ്യം വന്നല്ലോ ഏതോ ഒരു സിനിമ എന്തോ നമ്മളിതുവരെ കേട്ടിട്ടില്ലാത്ത, അങ്ങനെ വളരെ സിമ്പിളായിട്ടാണ് സുബിനി എന്നെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ സിമ്പിളായിട്ട് പരിചയപ്പെടുത്തുമ്പോൾ നമ്മളതിനെ സിമ്പിളായിട്ട് എടുക്കുമല്ലോ. പക്ഷേ കോഴിക്കോട് വെച്ച് ഞങ്ങൾ തമ്മിൽ കണ്ടു, ഒരു വൈകുന്നേരം കണ്ട്. ഐ ലൈക്ക് ദിസ് പേഴ്സൺ ഫോർ മെനി റീസൺസ്. ഒന്ന് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഊറ്റം കൊണ്ട് നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെ നമുക്കറിയാം. പക്ഷേ ഒരു സാൾട്ട് ആൻഡ് പെപ്പർ, ഒരു കൊച്ചു മനുഷ്യൻ, ഭയങ്കര രസകരമായിട്ട് സംസാരിക്കുന്ന, ബോംബെ ഹിന്ദി സംസാരിച്ച ആൾ മലയാളം ഇടയ്ക്ക് കയറി വരുന്ന ഒരു, ഇദ്ദേഹം സംസാരിക്കുന്ന രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഭയങ്കര തിളക്കം, 25 വയസ്സിൻ്റെയോ 24 വയസ്സുകാരൻ്റെയോ കണ്ണുകളിൽ കാണുന്ന ഒരു തിളക്കം ഈ 50 കഴിഞ്ഞ സോൾട്ട് ആൻഡ് പെപ്പറിലിരിക്കുന്ന ഈ വ്യക്തിയുടെ കണ്ണുകളിൽ കാണുമ്പോൾ, എത്ര വർഷമായിട്ട് ഇയാൾ 25-30 വർഷമായിട്ട് സിനിമയുടെ പിന്നാലെ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ എനിക്ക് തോന്നിയത്, ഇഫ് യു ഹാവ് എ പാഷൻ, ഇഫ് യു ഹാവ് എ ഡ്രീം, നമ്മളതിനെ ഇങ്ങനെ പേഴ്സ്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതൊരു സമയത്ത് സംഭവിച്ചേ തീരൂ. ആ സംഭവമാണ് എനിക്ക് അനിൽ കുഞ്ഞപ്പൻ എന്ന് പറയുന്ന വ്യക്തിയിൽ തോന്നിയത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെയാണ്. അപ്പോൾ 45-നും 50-നും ഇടയ്ക്കുള്ള കഥാപാത്രങ്ങളാണ് ഈ ചില ആക്ഷൻ ക്യാരക്ടറൊക്കെ വേണ്ടത്. അപ്പോൾ സുബിനി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ചെയ്തുകൂടെ, ഞാൻ ചെയ്യൂല. കാരണം ഒന്നുമില്ല, ഐ ലൈക്ക് ബീയിങ് ബിഹൈൻഡ് ദി സ്ക്രീൻ. ആക്ടിങ് ട്രെയിനർ എന്നുള്ളതാണ് എൻ്റെ ഒരുപാട് കാലത്തെ 10-25 വർഷമായിട്ട് എൻ്റെ ഒരു ശീലം, ആക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കിട്ടുന്നൊരു സുഖം എനിക്ക് അഭിനയത്തിൽ
കിട്ടുന്നതായിട്ട് ഞാൻ ആ പണി തുടങ്ങിയിട്ടില്ലാത്തതുകൊണ്ടാണ്. ചിലപ്പോൾ അത് കേട്ടിട്ട് ആരെങ്കിലും ചാൻസ് തരാനുണ്ടെങ്കിൽ തരാതിരിക്കട്ടെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആ കഥാപാത്രത്തിന് ചെയ്തൂടെ? യെസ്, അങ്ങനെയാണ് ഇതിൻ്റെ കഥാപാത്രത്തിലേക്ക് എത്തിയ ഒരു വലിയ ഇതായിരുന്നു. പക്ഷേ ലത ചേച്ചിയെ പോലെയുള്ള എൻ്റെ ഒരു കോളേജ് മേറ്റ് ഉണ്ടായിരുന്നു, പ്രദീപ് ബാലൻ ഉള്ള സുഹൃത്തുണ്ട്. അങ്ങനെ കുറേ സുഹൃത്തുക്കൾ, ഇത് കുറേ നല്ല മനുഷ്യന്മാർ വന്ന് ചേരുന്നൊരു സ്ഥലമായിരുന്നു. ഇതിനെക്കുറിച്ച് ഇനിയും ഒരുപാട് പറയാനുണ്ട്. പ്രേക്ഷകർ വെയിറ്റ് ചെയ്യാം. ചേച്ചി ഇതിലെത്തിയിട്ട് ഞാൻ തിരിച്ചു വരാം. ഷൂട്ട് ചെയ്യാൻ ഒരു ലൊക്കേഷനിൽ പോയൊരു ഫീലല്ലായിരുന്നു, നമുക്കൊരു വീട്ടിൽ പോയ പോലെയായിരുന്നു. നമ്മൾ സാധാരണ ഡയറക്ടേഴ്സ് ഇത് ഡയറക്ടറാന്ന് പറയുമ്പോൾ ഒരു പേടി അങ്ങനെയൊന്നുമില്ല. ഡയറക്ടറുടെ ഭാര്യ തന്നെയാണ് കാപ്പിയും ചായയൊക്കെ കൊണ്ടുവന്ന്, പുള്ളിക്കാരത്തി ഒരു ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്ന ഒരു കെമിസ്ട്രി പ്രൊഫസറായിട്ടും കൂടെ പുള്ളിക്കാരത്തി അങ്ങനെയായിരുന്നു. പിന്നെ അനുപ്രിയ ഒരു നീ വരാൻ പോണ ഒരു നല്ല ഡയറക്ടറായിട്ട് മാറും എന്ന് എല്ലാവർക്കും പ്രതീക്ഷയുള്ളൊരു. അപ്പോൾ ഈ അച്ഛനും അമ്മ മക്കളെല്ലാവരും കൂടെ അവരുടെ ഒരു സ്നേഹവും ഭയങ്കരമായിട്ടുള്ള ഒരു കൂട്ടായ്മയും കാണുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിലോട്ട് എങ്ങോട്ടായിപ്പോയി. പേടിയില്ല, ലൊക്കേഷനിൽ ഒരു വീട്ടിൽ ചെന്ന പോലെയായിരുന്നു. അത് ഷൂട്ട് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു വിഷമം തോന്നുന്നത് ശരിക്കും എല്ലാവർക്കും, അല്ലേ? എല്ലാവർക്കും അങ്ങനെയാണ്. തീർച്ചയായിട്ടും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ് നിർത്തിയത് ഇതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ടെന്ന് പറഞ്ഞത് ഈ പോയിന്റ് ആയിരുന്നു കേട്ടോ. ഷൂട്ട് കഴിയുമ്പോഴാണ് എല്ലാവർക്കും ഒരു വിഷമം. നമ്മൾ സാധാരണ സിനിമയെക്കുറിച്ചല്ലേ ചേച്ചി പറയാ, സിനിമ ഒരുപാട് പൈസ ഇറങ്ങുന്ന ഒരു പരിപാടിയാണ്. പൈസക്കാരുടെ ഒരുപാട് കാശ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡസ്ട്രി എന്നൊക്കെ പറയും. അതിനകത്ത് നടന്മാർ വരുന്നു, അങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത്, എന്നിട്ട് നടന്നിരിക്കുന്ന കാസ്റ്റ് എന്താ പറയുക, കാരവാൻ, മറ്റു വാഹനങ്ങൾ, ചെലവുകൾ. പിന്നെ നമ്മൾ ചുമ്മാ തമാശയ്ക്ക് സിനിമയെക്കുറിച്ച് പറയുമ്പോൾ പറയും കുപ്പി ഗ്ലാസ്, സ്റ്റീൽ ഗ്ലാസ്, പേപ്പർ ഗ്ലാസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ സിനിമയെക്കുറിച്ച് പൊതുവെ പറയുന്ന സാധനമാണ്. ഈ ഗ്ലാസ് വ്യത്യാസങ്ങളൊന്നുമില്ലാതെ, ക്ലാസ് വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഒരു കാരവാനോ ഒരു വണ്ടിയോ അങ്ങനത്തെ ഒന്നുമല്ല. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചു കൂടുക, അത് ഒരു ഫാമിലിയായി മാറുക. ഞാൻ ആദ്യ ദിവസം നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് രാവിലെയാണ്. അപ്പോൾ എനിക്ക് ഈ രാവിലെ ഒന്നാമത് എനിക്ക് ഈ അഭിനയിക്കാൻ പോകുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് മാനസികമായിട്ട്. അയ്യോ വേണോ വേണ്ടയോ, പിന്നെ എന്തായാലും ഏറ്റവും പോയി എന്നാൽ പിന്നെ രാവിലെ പോവല്ലേ. അങ്ങനെ ചെന്നിട്ട് ഞങ്ങൾ രാവിലെ കാപ്പിയെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ, അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ ഇല്ല. സാധാരണ നമ്മൾ പ്രൊഡക്ഷൻ ബോയ് രാവിലെ വരുമ്പോൾ ചേട്ടാ കാപ്പി ചായ എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും വരും. ആരും വരുന്നൊന്നുമില്ല. ഞാൻ ചോദിച്ചാൽ എന്തോടെ. പിന്നെ ഈ പറഞ്ഞ പോലെ പല ക്ലാസ്സുകൾ ഇല്ല, ആകെപ്പാട് 5 ക്ലാസ്സേ ഉള്ളൂ. അപ്പോൾ ഈ ഗ്ലാസ്സിൽ നമുക്ക് ചായ കൊണ്ട് തരുന്ന ഒരു ചേച്ചി. അപ്പോൾ ഞാൻ ആരോട് ചോദിച്ചു ഇത് ആരാണിത്? അപ്പോൾ ഡോക്ടർ പ്രീത. അപ്പോൾ ഞാൻ ചോദിച്ചു ആരിത്? ഷീസ് ദി പ്രൊഡ്യൂസർ. ഞാനിത് നേരത്തെ ഒരു ഇതിൽ പറഞ്ഞ, ഞാനിതിന് തൊട്ട് മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളൊരു പടം ഗു എന്ന് പറഞ്ഞ പടം നമ്മുടെ മണിയമ്പിള്ള സാറാണ് പ്രൊഡ്യൂസ് ചെയ്തത്. മണിയമ്പിള്ള സാർ അഭിനയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അനിയനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ മണിയമ്പിള്ള സാറിൻ്റെ സെറ്റിലെ ഏറ്റവും വലിയ ഒരു കേൾവി എന്ന് പറയുന്നത് മണിയമ്പിള്ള സാർ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി തരും. അപ്പോൾ അദ്ദേഹം നിന്ന് നമുക്കെല്ലാവരും നമ്മളെ ഊട്ടും എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പോൾ മണിയമ്പിള്ള സാറിൻ്റെ പ്രൊഡക്ഷനെ കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ സംഭവം അദ്ദേഹം കൂടെ നിന്ന്, അദ്ദേഹം പറയുന്ന ഫിലോസഫി ഇത്രയാണ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ പണിയൊക്കെ ചെയ്യുന്നത്, അപ്പോൾ അത് ആനന്ദിച്ച് കഴിക്കുക എന്ന് പറയുന്നൊരു വേറൊരു സൈഡാണ് എനിക്കിവിടെ ഡോക്ടർ പ്രീതയിൽ കാണാൻ പറ്റിയിട്ടുള്ളത്, ഇല്ല ചേച്ചിയിൽ കാണാൻ പറ്റിയിട്ടുള്ളത്. ഇവിടെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കൈ കാണിക്കുകയോ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കൈ കാണിക്കേണ്ട കേസൊന്നുമില്ല. ഇവിടെ അവനവൻ്റെ കാര്യം നടത്തും. ഇവർ വന്നിട്ട് വെള്ളം തരുന്നു, സാമ്പാർ കഴിക്കുന്നു, ഇഡ്ഡലി തരുന്നു, പ്ലേറ്റ് എടുത്തുകൊണ്ട് പോകുന്നു, എല്ലാം ചെയ്യും. ഇത് പ്രൊഡ്യൂസറാണ്. അപ്പം ചേച്ചി പറഞ്ഞതെന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇതൊരു ഫാമിലിയുടെ ആഗ്രഹത്തിൻ്റെ, കുടുംബത്തിൽ ഒരാളൊരാഗ്രഹം പ്രകടിപ്പിക്കുന്നു, അതിനോട് ചേർന്ന് എല്ലാവരും. അപ്പം എല്ലാവർക്കും ഇതൊരു വിജയമാവാനുള്ള ഒരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും അഭിനയിച്ചുകൊണ്ടല്ല, അവർക്കും കൂടെ അവരുടെ കൂടെ ഫാമിലിയുടെ ഭാഗമായി പോയി. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് മലബാർ ടൈൽസിൻ്റെ ഏറ്റവും വലിയ, ഞങ്ങൾ ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ പല സിനിമകളിൽ അഭിനയിച്ച, പല സമയങ്ങളിൽ അഭിനയിച്ച ആൾക്കാരാണ്. പക്ഷേ എല്ലാവർക്കും കിട്ടിയിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് വി ഫെൽറ്റ് ലൈക്ക് ഹോം. നമ്മുടെയൊക്കെ വീട്ടിൽ അമ്മച്ചിയുടെയോ അച്ഛൻ്റെയോ ചേട്ടൻ്റെയോ ഒക്കെ വീട്ടിൽ ചെല്ലുന്ന പോലത്തെ അതിൻ്റെ ഒരു നന്മയുണ്ടല്ലോ, അതിൻ്റെ ഒരു ശുദ്ധി, ആ വൈബ് ഡെഫിനറ്റ്ലി അത് നമ്മൾ തല്ലുണ്ട്. നമ്മളിപ്പോൾ ഈ ഇൻ്റർവ്യൂ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ വൈബ് ഡെഫിനറ്റ്ലി വിൽ സ്പ്രെഡ് ടു ദി ഓഡിയൻസ്, നിങ്ങളിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.